ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു സിനിമ കണ്ടു. അതായത് ബദ്ലേഹം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനായ, മമിത ബൈജു നായികയായ സിനിമ. പടം എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി കോമഡി എന്റർടൈനർ. അങ്ങനെ തൊട്ടക്കം തുടങ്ങി അവസാനം വരെ ചിരിയോട് ചിരിയാണ് ആ പടത്തില്. കാരണം എന്തായാലും തിയേറ്ററിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കാനുള്ള കുറെ സിറ്റുവേഷൻസ് ഈ പടത്തിലുണ്ട്. പിന്നെ പടം പിടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പഴത്തില്, അതേപോലെ തന്നെ ശ്യാം പുഷ്കരൻ, പിന്നെ ഭാവന സ്റ്റുഡിയോസ്, ദിലീഷ് പോത്തൻ. ആ ദിലീഷ് അവരുടെയൊക്കെ അല്ലേ ഭാവന എനിക്ക് അവരുടെയൊക്കെ അല്ലേ. പക്ഷെ ഇത് അങ്ങനത്തെ ഈ ഭാവന ഇപ്പൊ ദിലീഷ് പോത്തിന്റെ ഒക്കെ മുമ്പത്തെ പടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാല, ഒരു എന്തൊരു പ്രകൃതി പടം അങ്ങനത്തെ ഒരു ടൈപ്പ് പടമല്ല ഇത്. ദിലീഷ് പോത്തൻ അത് ഞാൻ ഇപ്പൊ ഭാവന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞാണ്. ദിലീഷ് പോത്തൻ തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ. അതെന്തായിക്കോട്ടെ. എന്തായാലും പടം എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി എന്റർടൈനർ. പടത്തില് നിവിൻ പോളി നായകൻ. നിവിൻ പോളിനെ കൂടാണ്ട് ഇതിന് കുറേ കാസ്റ്റ് ഉണ്ട്. വിനയ് ഫോർട്ട് ഇതിലൊരു പ്രതിനായ ഒരു വില്ലൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വില്ലൻ അത്രയ്ക്ക് വരുമൊന്നുമില്ല. പിന്നെ സൃന്ദ, പിന്നെ സൃന്ദ എന്ന് പറഞ്ഞ കൂട്ടുകാരി കേട്ട അവര്. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്യാങ് പോലെ സെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ ശ്രീനന്ദ, അതേപോലെ തന്നെ പിന്നെ മറ്റേ മീനാക്ഷി എന്ന് പറഞ്ഞ ആ മീനാക്ഷി രവീന്ദ്രൻ, അവരും ശരിക്കും പറഞ്ഞ പ്രേമലുവിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാസ്റ്റും ഈ പടത്തിലുണ്ട്. പ്രേമലു, അതേപോലെ തന്നെ എനിക്ക് ആവേശം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റേ ആവേശത്തില് അവനൊക്കെയാണ്. എന്തായാലും നല്ല രസമാണ് അത്. ആവേശത്തില് ആ എന്റെ പേര് മറ്റേ റോഷൻ ഷാനവാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളി കോമഡി എന്റർടൈനർ എന്ന് പറയില്ലേ. പിന്നെ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിവിൻ പോളി ഇതില് ശരിക്കും പറഞ്ഞ സിഗ്മ എന്ന് പറഞ്ഞ ഒരു സംഭവം. അതായത് 35 വയസ്സ് പ്രായമുണ്ട്. പ്രായമുണ്ടായിട്ട് കല്യാണം കഴിക്കേണ്ട ആ ഒരു ടൈപ്പ് റോളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ അത് പടം ഞാൻ പറയാമോ, അതായത് നല്ല കണക്ട് ആയിട്ട്, അതായത് നല്ല കണക്ട് ആവും പടം. പിന്നെ അതേപോലെ തന്നെ ഈ പടം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം അങ്കമാലി, കറൂറ്റി ആ ഭാഗങ്ങളൊക്കെ, അതായത് എന്റെ വീടിന്റെ അടുത്തൊക്കെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു തവണ ഇങ്ങനെ കറൂറ്റിയിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയപ്പോ, പരിപാടിക്കല്ല ജോലിയുടെ ഇതില് പോയപ്പോ അവിടെ ഷൂട്ടിങ് നടക്കണ കണ്ടു. പക്ഷെ പേരും ഇതാണെന്ന് പറഞ്ഞിരുന്നു, ബദ്ലേഹം കുടുംബാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആരാ നായകൻ എന്ന് ചോദിച്ചപ്പോ നിവിൻ പോളി എന്ന് പറഞ്ഞപ്പോ, നിവിൻ പോളി ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്നില്ല. കാരണം എത്രയോ ഷൂട്ടിങ് നമ്മൾ കണ്ടിരിക്കണു. അപ്പൊ പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല. എന്തായാലും അങ്കമാലി പരിസര പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തില് കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് അങ്കമാലി പരിസര പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സീനുണ്ട്. അതായത് ഒരു സീൻ കാട്ടുന്നതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ റോഡാണ്. പിന്നെ കാട്ടുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു അത് അങ്കമാലി ആയ കാരണം എനിക്ക് മനസ്സിലായി. അതെല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണമെന്നില്ല. എനിക്കത് മനസ്സിലായി, കാരണം നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളായ കാരണം എനിക്ക് മനസ്സിലായി. പിന്നെ പടത്തില് മറ്റേ എന്റെ പേര് പ്രേമലൂല അഭിനയിച്ച ഒരുത്തനുണ്ട്. എന്റെ പേര് ഞാൻ മറന്നുപോയി. പേര് ശ്യാം മോഹൻ എന്ന് പറഞ്ഞ മറ്റേ മറ്റേ ബെസ്റ്റ് ആയിട്ട് അഭിനയിക്കല്ലേ അവൻ. പുള്ളിക്കാരൻ നല്ല രസമായിട്ട്, അത് പുള്ളിക്കാരൻ ഒരു ചാട്ടിയർക്കൂത്ത് അങ്ങനത്തെ സംഭവമാണ് പുള്ളി ചെയ്തത്. ഈ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പൊ അതൊക്കെ പുള്ളി നല്ല രസമായിട്ട്, പുള്ളിയുടെ ലാസ്റ്റ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രല്ല, ഫൈറ്റ് ഒക്കെ വരുമ്പോ അതിലൊരു നല്ല രസമുണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണ, പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ കോമഡി റോൾ തന്നെയാണ്. പുള്ളി നല്ല രസമായിട്ട് സുരേഷ് കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും ഇതിൽ കലക്കിയിട്ടുണ്ട് കേട്ടോ. ബിന്ദു പണിക്കർ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് നല്ല രസമായിട്ട് ബിന്ദു പണിക്കർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഈ ഓണത്തിന് എന്തായാലും ഫാമിലി ഓഡിയൻസിന്റെ ഒക്കെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ പടമായിരിക്കും. ഏത് ബദ്ലേഹം കുടുംബയുണ്ട്. ഖലീഫ എന്ന് പറഞ്ഞാൽ അത് ഒരു മാസ് ആക്ഷൻ ഇതൊക്കെ കാരണം ഫാമിലി അത്ര കയറുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കുടുംബ യൂണിറ്റ് നല്ലൊരു പടമാണ്. ഫാമിലിക്ക് ആയാലും ആർക്കായാലും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കൊള്ളാം. പിന്നെ ഇതിൽ എടുത്തു പറയാൻ മറന്നു, ഇത് സംഗീത് പ്രതാപ്. അതായത്
നിവിൻ പോളിയുടെ സഹോദരനായിട്ട് അഭിനയിക്കുന്നത് സംഗീത് പ്രതാപാണ്. പുള്ളിക്കാരൻ നല്ല രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. രസം നല്ല രസമുണ്ട്. എന്തായാലും കൊള്ളാം. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം കുറെ നാൾ കൂടി ഇങ്ങനെ ഒരു കോമഡി പടം കണ്ട് ഇറങ്ങിയത് ഇത് ഇപ്പോഴാണ്. കോമഡി പടം വേറെ കണ്ടിട്ടുണ്ട്, പക്ഷെ മുഴുനീള കോമഡി പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതായിട്ടോ ഫീൽ ചെയ്ത്, ബദ്ലേഹം കുടുംബായിട്ടോ ഫീൽ ചെയ്തു. എന്തായാലും ഓണത്തിന്റെ കപ്പ അടിക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം. ശരി.